മക്കളെ നീ ഞാൻ അറിയാണ്ട് വീണ്ടും ഡ്രസ്സിക്ക് പൈസ നോക്കിയില്ലേ? മുഖ്യെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നാടേ പറ്റി നടക്കുന്ന പൈസയല്ലേ? അങ്ങനെ ഇയാൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? പിന്നെ ഈ പ്രാവശ്യം ഞാൻ പൈസ വിഡ്രോ ചെയ്തത് എന്റെ മാത്രം ഡിസിഷൻ അല്ല. ഞാൻ ട്രസ്റ്റ് മെമ്പേഴ്സിനെ അനുവാദം മേടിച്ചിട്ടാണ് പൈസ വീട്ടുകാരുണ്ടാക്കാൻ. ഓ 6 മണി ലൈവ് തുടങ്ങാൻ പോവാ. സാധനം കൊണ്ടാ ഈ ഇടയിട്ട് രണ്ടെണ്ണം അടിക്കാണ്ട് കയറി കഴിഞ്ഞാൽ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശരിയാവുന്നില്ല. നീ സമയം ചേട്ടാ, ഇന്നത്തെ നമ്മുടെ ലൈവിൽ ഒരു പെൺകുട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവ് അവളോട് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അവളെ എപ്പോഴും ഉപദ്രവിക്കുന്നു. അപ്പോ ചേട്ടയ്ക്ക് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? പല കുടുംബങ്ങളിലും ഭാര്യമാർക്ക് കിട്ടുന്നത് അവർ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നു, പക്ഷെ ഭർത്താക്കന്മാർക്ക് കിട്ടുന്നതൊന്നും അവർ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നില്ല. അല്ല, ശരിയല്ലേ? അതെ 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 അതെ, വളരെ കറക്റ്റ് ആണ് ചേട്ടായി പറഞ്ഞത്. മക്കളെ, എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടുമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ കുപ്പിയിൽ എത്ര കൊതുക് കൊത്തിയെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കാം, ചിന്തിക്കുക. നിങ്ങളിൽ എത്ര പേര് ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചൊരു ചിന്തിന് മുത്തം കൊടുക്കാറുണ്ട്? ചിന്തിക്കുക. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഭർത്താവിനെ പുച്ഛിക്കാറുണ്ട്? ചിന്തിക്കണം മക്കളെ, ചിന്തിക്കണം. ലൈവ് ഓഫ് ആയില്ലേ? വെള്ളടിച്ച വൈകിട്ട് നോട്ടോ അപ്പോൾ ചിങ്കിളി മൊത്തം. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഈ ഒരു റീല് ഒത്തിരിയധികം വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശരിയാണ്, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് രണ്ടാളുകൾക്കിടയിലുള്ള കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ കുടുംബം, കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റായി മാറുന്നതും അതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻസ് വരുന്നതും കളിയാക്കലുകൾ വരുന്നതും റോസ്റ്റിംഗ് വരുന്നതും ട്രോളുകൾ വരുന്നതും ഒക്കെ ശരിയാണോ? കുട്ടികളെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ലേ? ശരിയാണ്. ഇതിങ്ങനെ നമ്മൾ ആദ്യഘട്ടത്തിൽ ചിന്തിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ തമ്മിലടിക്കുന്നു. ഈ തമ്മിലടിച്ചതിൻ്റെ റീസൺസിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, ഭാര്യയും ഭർത്താവും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ആവുന്ന സമയത്ത് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലായതല്ല കേട്ടോ. നിങ്ങളിൽ പല ആളുകളും മെസ്സേജൊക്കെ അയച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത്, രണ്ട് ഭാഗത്തു നിന്നും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള ഒരു പൊതുവിജ്ഞാനത്തിൽ നിന്നിട്ടും ഒരു എന്താ പറയുന്ന അനുഭവത്തിൽ നിന്നും തോന്നിയതാണ്. ശരിക്കും ഇത് കുടുംബ പ്രശ്നമാക്കിയത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ആളുകളൊന്നുമല്ല. ശരിക്കും ഇത് കുടുംബ പ്രശ്നമൊന്നുമല്ല. ഒരു ട്രസ്റ്റിലുള്ള രണ്ടാളുകൾ, ആ ഒരു ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കം ഉണ്ടാവുന്നു. ആ ഒരു തർക്കത്തിന് ഒടുവിൽ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നു, അല്ലെങ്കിൽ അക്രമം ഏറ്റുവാങ്ങാനായിട്ട് ചെല്ലുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. അപ്പോൾ അവർക്കിടയിലുള്ള ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, അല്ലാതെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അവർക്കിടയിലെ ആ ഒരു ദാമ്പത്യത്തിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇതൊരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ മറ്റാളുകൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്, ട്രസ്റ്റിൻ്റെ ഭാരവാഹികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ജിജി എന്ന് പറയുന്ന സ്ത്രീയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂടുതലായിട്ട് ആ ഒരു ട്രസ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് ശ്രമിച്ച ആ ഒരു സാഹചര്യത്തിൽ അതിലെ മറ്റൊരു ഭാരവാഹിയായിട്ടുള്ള മാരിയോ വേറെ ചില ആളുകളുമായി ചേർന്നിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതുവരെയുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്നും ഇൻ്റർവ്യൂകളിൽ നിന്നുമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അത് വേറൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് ഇവർ ഭാര്യയും ഭർത്താവും ആണോ എന്നുള്ളതൊന്നും നമുക്കറിയേണ്ട സംഗതികളൊന്നുമല്ല. പിന്നെ ഏത് രീതിയിലാണ് ഈ ഒരു ട്രസ്റ്റ് രൂപപ്പെട്ടത്? ഈ ഒരു ട്രസ്റ്റ്, ആളുകളുടെ ട്രസ്റ്റ് ഏറ്റുവാങ്ങുന്ന രീതിയിലേക്ക് രൂപപ്പെട്ടത് ഇവർ ഭാര്യയും ഭർത്താവുമായി നല്ല രീതിയിൽ ദാമ്പത്യ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇത് തമ്മിൽ കണക്റ്റായി കിടക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ വീഡിയോ, ശരിക്കും ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ഈ രണ്ട് ദമ്പതികളുടെ ദാമ്പത്യത്തെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നത്തെ കളിയാക്കിയിട്ടോ ആണോ ഉണ്ടാവുന്നത്? പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് അങ്ങനെയൊന്നുമല്ല. ഇത്തരത്തിൽ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കപടതയുടെ മുഖംമൂടികളൊക്കെ അണിഞ്ഞിട്ട് ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും റോളുകളുടെ കാര്യത്തിലാണ് കേട്ടോ, എങ്ങനെ നല്ലൊരു ഭാര്യയായിട്ട് മാറാം, എങ്ങനെ നല്ലൊരു ഭർത്താവായിട്ട് മാറാം, എങ്ങനെ പ്രാചീന ശിലായുഗ രീതികൾക്കനുസരിച്ചിട്ട് തനത് കേരള തനിമയിൽ മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. അവരെ സ്വയം മോഡലുകളായിട്ടാണ് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മോഡലുകളുടെ പൊള്ളയായിട്ടുള്ള ചില രീതികളെ തുറന്നു കാണിക്കുന്ന ഒരു വിമർശനമായിട്ട് നോക്കിക്കണ്ടാൽ മതി. അല്ലാതെ ഇതിനകത്ത് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണ്, ഈ ഒരു വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതൊരു കുടുംബ പ്രശ്നമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ദമ്പതികളുടെ ഒരു അടിയുണ്ടല്ലോ, ആ സംഭവം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തായിരുന്നത്. അപ്പം അതിൽ അവരുടെ മകൾ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും അവരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചേച്ചി ആ കമന്റ് എടുത്തിട്ട്
ഒന്ന് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആകുന്ന നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ഈ ഒരു പ്രശ്നത്തിന്റെ മെയിൻ റീസൺ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു കുടുംബ പ്രശ്നമല്ല. പക്ഷേ ഇതിൽ ഒരാൾ അതിനെ കുടുംബ പ്രശ്നമായിട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈവൻ ഈ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ അറിഞ്ഞത് എങ്ങനെയാണ്? ഒരാൾ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇട്ട സമയത്തല്ലേ അതിൽ കുട്ടി അവിടെ അലമുറയിട്ട് കരയുന്നുണ്ട്, അതിൽ ഭർത്താവ് അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഭാര്യ കുറേയധികം കരയുന്നുണ്ട്, ചോരയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് വന്ന സമയത്താണ് ഇത് ബാക്കിയുള്ള ആളുകളൊക്കെ അറിയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ പലതവണ ഇതിനകത്തെ പങ്കാളിയായിട്ടുള്ള പുരുഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പുറത്ത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നമായിട്ട് തന്നെ നിന്നു. പോലീസുകാർ വളരെ കാര്യക്ഷമമായിട്ട് അതിൽ ഇടപെട്ടു, അവരത് പുറത്താക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ രണ്ടാളുകൾക്കും നിയമം അനുവദിച്ചിട്ടുള്ള എന്തോരം സൗകര്യങ്ങളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. ഈ ജിജി ആൻഡ് മാരിയോ പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ സംവിധാനങ്ങളുടെ മുൻപിൽ പോയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇതേ ഓപ്ഷൻ മറ്റാൾക്ക് ഉണ്ടായിരുന്നേ. ഈ രണ്ടാളുകൾക്കും കുടുംബ പ്രശ്നമാണ്, മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആളുകൾക്കിടയിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഇതിനകത്തൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. പിന്നീട് ഈ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പുറം ലോകം അറിഞ്ഞ സമയത്ത് ഇതിനൊരു ഫാമിലി ഇഷ്യൂ ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ, ഈ ഒരു ട്രസ്റ്റ് എങ്ങനെയാണ് രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഇതുപോലുള്ള സംവിധാനങ്ങൾ ആളുകളെ പറ്റിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ മുഖംമൂടികൾ എന്നുള്ളത് ചുമ്മാ രസകരമായിട്ടുള്ള കോമഡികളിൽ കൂടെ വിമർശിക്കുന്ന സമയത്ത് നമ്മളതിൽ കുട്ടികളെ ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു വേറെ ടോപ്പിക്കാണ്. ഈ കുട്ടികളും ഫാമിലി ഇഷ്യൂസും എന്ന് പറയുന്നത് വേറെ ടോപ്പിക്കാണ്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കുട്ടികളുടെ ചിന്തയിൽ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റുകളിൽ കൊണ്ടുവരേണ്ടതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ കുട്ടികൾ, അതേപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് പൊതുമധ്യത്തിൽ ചർച്ചയാവുന്നു, ട്രോളാവുന്നു, അതിനെക്കുറിച്ചിട്ട് പറയാം. ഇത് പൊതുമധ്യത്തിൽ ചർച്ചയാക്കാൻ തക്ക തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അറിയാം. ഇതൊന്നും സാധാരണയായിട്ട് ഇതുപോലെ ഒരു മാധ്യമത്തിൽ സംസാരിക്കേണ്ട കാര്യമല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നുണ്ടെങ്കിലും, മുഖ്യധാര മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തു വിചാരിക്കുമെന്നുണ്ടെങ്കിലും അതങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പങ്കാളിയായിട്ടുള്ള ഈ മാരിയോ എന്ന ആൾക്ക് കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം പോലും ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ഒരാളുടെ, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ മറ്റൊന്നാണ് എന്നൊക്കെ വിളിച്ച് പറയുന്ന ആരോപണവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ആരോപണത്തിൽ അവർ ഉന്നയിക്കുന്ന വേർഡുകളൊന്നും അവർ സോഷ്യൽ മീഡിയയിൽ, ഈ ജിജി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന മുഖം മൂടികൾക്ക് യോജിക്കുന്ന വേർഡുകളൊന്നുമല്ല. എത്തരത്തിലാണ് അവർ മനുഷ്യനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ നിന്ന്, അതുപോലുള്ള പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഇതൊന്നുമല്ലാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ഈ വർഗീയപരമായിട്ട് ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആളുകളെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതറിയാം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കമൻറ്റ് ബോക്സിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ വശങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഹിന്ദുക്കളോട് വെറുപ്പാണ്, നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പാണ്, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് വെറുപ്പാണ് എന്നൊക്കെ അങ്ങ് പറയും. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അന്തവും കുന്തവും ഇല്ലാത്ത ആളുകൾ ഇയാളെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് കുറേയധികം ആളുകൾ ചിന്തിക്കുന്നത്. ശുദ്ധ തീവ്രവാദം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു തീവ്രവാദം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എവരി ഇന്ന മതക്കാരൻ ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് എല്ലാത്തിനകത്തും ഉണ്ടെന്നേ. ഇതേപോലെ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സംഭവം ഇട്ടുകൊടുക്കുകയും ചെയ്തു. അതുപോലെയുള്ള ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ജിജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കൂട്ടം ക്രിസ്ത്യൻ തീവ്രവാദികൾ അങ്ങ് ഇറങ്ങി. ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകളുണ്ടെന്ന് ഇഷ്ടം പോലെ എണ്ണം ഉണ്ട്. പിന്നെ അവരൊക്കെ സ്ലീപ്പർ സെല്ലുകളിലായതുകൊണ്ടും ഫേസ്ബുക്ക് പേജുകളിൽ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടും ഈ പൊട്ടിത്തെറിക്കാൻ പുറത്തേക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ പൊട്ടിത്തെറിയല്ല അവരുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്, സ്വയം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഈ ബൈബിളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലോ പറയുന്നില്ലാത്തതുകൊണ്ട് അവർ പൊട്ടിച്ചെതറുന്നില്ല. പക്ഷേ അവർ ബാക്കിയുള്ള ആളുകളെ പൊട്ടിച്ചെതറിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? ഈ മാരിയോ എന്ന് പറയുന്ന ആൾ മതം മാറിയ ആളാണ്. അയാൾ അതിനെ ഒരു ടെറർ ഗ്രൂപ്പായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഈ ഫൗണ്ടേഷനെ. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ തീവ്രവാദികൾ തമ്മിലടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. തീവ്രവാദികൾ മാത്രമേ ഇതൊക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തി. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ടായിരുന്നു, മറ്റേ സുഡാപ്പി ഇസ്ലാം തീവ്രവാദികളുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും. ഇനിയിപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പുള്ളി എങ്ങനെയാണ് പറഞ്ഞത്, ഈ കൂട്ടം തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുന്ന ധൂർത്തപുത്രൻ, അല്ലെങ്കിൽ ഒറ്റപ്രക്കാടിയായിട്ട് നടക്കുന്ന ആൾ, അന്യ മതക്കാരൻ അല്ലെങ്കിൽ വിജാതിയൻ, അതിലൊക്കെയാണ് പുള്ളിക്കാരനൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നടന്നിരുന്ന മാരിയോ, അവരുടെ ഈ ക്രിസ്ത്യാനികളുടെ വ്യൂ പോയിന്റിൽ നടന്നിരുന്ന മാരിയോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പുള്ളിയാണ് മികച്ചവൻ. ബാക്കിയുള്ളവന്മാരെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയാണ് മികച്ചവൻ. അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ക്രിസ്ത്യൻ തീവ്രവാദികൾ മാരിയോ എന്നുള്ള പേര് പോലും അംഗീകരിക്കുന്നില്ല. ആ ഒരു വ്യക്തി അദ്ദേഹത്തിന് പേര് മാറ്റിയത് പോലും അംഗീകരിക്കുന്നില്ല. മറ്റേ സാംസൺ എന്ന് പറയുന്ന ആളെ അജ്മൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു പേരൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഒരു കുടുംബ പ്രശ്നം മാത്രമല്ല, ഇതൊരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒത്തിരിയധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള, ഒത്തിരിയധികം ആളുകളെ ബാധിച്ചിട്ടുള്ള, കുറേയധികം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ ഈ കുട്ടികൾ എന്നൊക്കെ പറയുന്ന കാര്യം മുന്നോട്ടേക്ക് എടുത്ത് വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ സമൂഹത്തിൽ ക്രൈം ചെയ്യുന്ന മിക്കവാറുള്ള എല്ലാ ആളുകൾക്കും ഒരു കുടുംബം ഉണ്ടാവും, കുട്ടിയുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് എടുത്ത് മുന്നിലേക്ക് വെക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ടോ വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളെ നമുക്ക് വിമർശിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരാളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനായിട്ടോ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചില ബോധവൽക്കരണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ എന്നീ റോളുകൾക്കപ്പുറം വ്യക്തികളാണ്. ഓരോ ആളുകളും വ്യക്തികളാണ്. ഈ ഒരു വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ, അത് അവരുടെ മാത്രം പ്രശ്നമാണെന്നും അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ബോധവൽക്കരണമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം അച്ഛൻ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അതുകൊണ്ട് കുട്ടികൾ അങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള വളരെ മോശമായിട്ടുള്ള പ്രാകൃത ചിന്താഗതിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഒരു വിഷമം പേറേണ്ട ആവശ്യമില്ല. അവരുടെ വിഷമം വളരെ ചെറുതാണ്, ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ സമൂഹം അവരെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണ്, ആ കുട്ടികളുടെ ഒരവസ്ഥ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ എല്ലാ വീടുകളിലും എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ ഇങ്ങനെ പറയുമല്ലോ, കുട്ടികളുടെ കാര്യം എന്താവും. കുട്ടികൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ലോക വിവരമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് കാണാനായിട്ട് പറ്റും. അതില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടി അഭിനയിക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഈ ഉള്ളിലുള്ള പക ഇങ്ങനെ വലിയൊരു സംഭവമായിട്ട് പുറത്ത് മാറുന്നത്. ഇങ്ങനെ എല്ലാ ആളുകളും അഭിനയിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് അഭിനയിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു അഭിനയമാണ് ഇവർ ഈ ഒരു കാലയളവിൽ കാഴ്ചവെച്ചത് എന്നുള്ളത് ഇവരുടെ വെളിപ്പെടുത്തലിൽ നിന്നിട്ട് വ്യക്തമാണ്. ഡൊമസ്റ്റിക് വയലൻസ് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ സഹിച്ചുകൊണ്ടിരുന്ന ഒരാൾ തൻ്റെ ഭാര്യയുമായി ചേർന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് മാതൃകാ കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ആളുകൾ, ചിങ്കിരിമുത്തം കൊടുക്കാനായിട്ടും ചിങ്കിരിമുത്തം കിട്ടാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കിട്ടാത്തതിന് പരാതി പറയുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തലിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള 2 ഇൻഫ്ലുവൻസേഴ്സ് അതുമായി ബന്ധപ്പെട്ട ഒരു ട്രോൾ വീഡിയോ, ഒരു ചെറിയ സ്കിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണ്, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ജെൻസി കാറ്റഗറിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, അവർക്ക് ഈ ഫേക്ക്നെസ് അത്രത്തെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ഇന്ന ന്യൂനതകളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും, ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇതിനെയൊക്കെ നോക്കിക്കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്നാലും എൻ്റെ വീട്ടിലും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അത്ര വലിയ നല്ലവനൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓക്കെയാണ്. അല്ലാതെ ഈ നല്ലപിള്ള ചമയുന്ന പരിപാടി ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക്, ഇൻക്ലൂഡിങ് എനിക്ക് പോലും പറ്റത്തില്ല. നമ്മുടെ ചില ന്യൂനതകളും നമ്മുടെ വൾണറബിലിറ്റീസും നമ്മുടെ ഒരു ഗ്രേ സൈഡും ഒക്കെ ആളുകൾ അംഗീകരിക്കാനായിട്ട് റെഡിയാണ്. ഫേക്ക്നെസ് ആളുകൾക്ക് ഇഷ്ടമില്ല, കപടത ആളുകൾക്ക് ഇഷ്ടമില്ല. ഈ ഒരു കപടതയുമായി നടന്ന ആളുകളെ തരം കിട്ടുന്ന സമയത്ത് അവർ കാര്യമായിട്ട് വിമർശിക്കും. ഈവൻ ഈ ജിജിയുടെ തന്നെ എത്രയോ റീൽസുകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തീരെ പറ്റുന്നില്ല, കാരണം അവർ കാലഘട്ടത്തിന് വിപരീതമായിട്ടുള്ള ചില രീതികൾ പറയുകയാണ്. അത് കപടമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കപടതകൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഇതിനെ നോക്കിക്കാണണം. അങ്ങനെയൊക്കെ ഇതിനെ നോക്കി കാണുന്ന സമയത്ത് ഇനി ഇങ്ങനെയുള്ള കപടതകളോ മാനിപ്പുലേഷനോ ആയിട്ടോ ആളുകൾ വരാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ പല ആളുകൾക്കുള്ള പരാതിയാണ് വേടനെ ആളുകൾ ഇപ്പോഴും അംഗീകരിക്കുന്നു.
വേടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൻ കഞ്ചാവ് അടിക്കും, കള്ളു കുടിക്കും. അത് ഈ ഒരു കാലഘട്ടത്തിലെ വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. വേടനെ വ്യക്തിയായിട്ട് നമുക്കിഷ്ടമില്ല, ചില കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും അദ്ദേഹത്തിൻ്റെ കലാ അഭിരുചിയും ബഹുമാനിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെയും കലയും ഒക്കെ വേർതിരിച്ച് കണ്ട് കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ടും വിമർശിക്കേണ്ടത് വിമർശിക്കാനായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്കറിയാം. വേടനെ ആസ് എ സിറ്റിസൺ അയാൾ ചെയ്ത ഒഫൻസുകളുടെ കാര്യത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും അയാളുടെ കലയെ അംഗീകരിക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെ ഡിഫറൻസ് ചെയ്ത് നോക്കി കാണുന്ന ഒരു രീതി. ഇപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നമല്ല, ഇവരുടെ കപടതയാണ് ഇവിടുത്തെ പ്രതിപാദ വിഷയം എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.